കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾ അധികമൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എടുത്തുചാടിയ വ്യക്തിത്വമായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ്റേത്. ത്യാഗനിർഭരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലമായിരുന്നു അത്. മാറിയുടുക്കാൻ മറ്റൊന്നില്ലാതെ ആറ്റുതീരത്ത് ഉടുതുണി കഴുകി ഉണക്കി ഉള്ളിൽ പട്ടിണിയുമായി കാതംകുളർ സഞ്ചരിച്ചാണ് വി.എസ്. ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് കാണുന്ന CPM എന്ന പ്രസ്ഥാനം വളർത്തിയെടുത്തത്. ആ കാലഘട്ടത്തിലെ അവസാനത്തെ കണ്ണുകളിൽ ഒരാളെയാണ് വി.എസിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്നും വേർപെടുത്തി കാണാവുന്നതല്ല വി.എസിൻ്റെ ജീവിതം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി 64 പിളർന്നപ്പോൾ CPM രൂപീകരിക്കാനായി CPM കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങി വന്ന 32 പേരിൽ അവസാനത്തെ ആളായിരുന്നു ഇന്ന് യാത്രയായ വി.എസ്. അദ്ദേഹം കൂടി വിട പറയുന്നതോടെ CPMന് രൂപം നൽകിയ കേന്ദ്ര നേതാക്കളിൽ ആരും ഇനി അവശേഷിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. 7ാം ക്ലാസ് വരെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസമേ വി.എസ്. നേടിയിരുന്നുള്ളൂ. എന്നാൽ തൊഴിലാളികളോട് ഏത് ഭാഷയിൽ എങ്ങനെ എപ്പോൾ സംസാരിക്കണമെന്ന് വി.എസിന് വ്യക്തമായി അറിയാമായിരുന്നു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അവരെ ആകർഷിക്കും വിധം സ്വന്തം ഭാഷണ രീതിയിൽ തന്നെ വി.എസ്. മാറ്റം വരുത്തി. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ആ ശൈലിക്ക് ഒരു മാറ്റവും വന്നില്ല. നീട്ടിയും കുറുക്കിയും വാക്കുകൾ ആവർത്തിച്ചുമുള്ള വി.എസിൻ്റെ പ്രസംഗശൈലി പിൽക്കാലത്ത് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി. CPMൻ്റെ പരമോന്നത സമിതിയായ PB അംഗമായും കേരള പാർട്ടിയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ച വി.എസ്. കർക്കശ ഗൗരവക്കാരനായ നേതാവെന്ന വിശേഷത്തിൽ നിന്നും കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാക്കളിലൊരാളായി കാലക്രമേണ മാറുകയായിരുന്നു. 90കളുടെ അവസാനത്തോടെ പരിസ്ഥിതിക്കും പുഴകൾക്കും പാടങ്ങൾക്കും സ്ത്രീ സമത്വത്തിനും മൂന്നാറടക്കം മലനിരകളുടെ സംരക്ഷണത്തിനുമെല്ലാം വേണ്ടി നേരിട്ടിറങ്ങിയ വി.എസിൻ്റെ ശബ്ദം മുഴങ്ങി. സ്വന്തം പാർട്ടിക്ക് പുറത്തുനിന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ഈ സമരങ്ങളിൽ വി.എസിന് പിന്തുണ ഏറുകയായിരുന്നു. കയ്യേറ്റക്കാർ, മാഫിയക്കാർ, അഴിമതിക്കാർ, സ്ത്രീപീഡകർ ഇവർക്കൊക്കെ വി.എസിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും പേടി തോന്നുന്ന അവസ്ഥയായി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി.എസിൻ്റെ പ്രവർത്തനങ്ങൾ പശ്ചിമഘട്ട മലനിരകളും മതികെട്ടാൻ ചോലയും അടക്കം കേരളത്തിൻ്റെ പ്രകൃതി ഒരു പരിധിവരെയെങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ സഹായകമായി. വെട്ടിനിരത്തിലെന്ന് വിമർശകർ പരിഹസിച്ചെങ്കിലും വി.എസ്. പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ പിന്നീട് വി.എസിൻ്റെ പ്രവൃത്തി ശരിയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. 2006 വി.എസ്. കേരള മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരിക്കുമ്പോൾ ഭരണം കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ 13 റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചത്. കേരളത്തിൽ AKGയെ പോലെ ജനങ്ങൾ ആരാധിച്ച നേതാവ് തന്നെയാണ് വി.എസ്. എന്നും സ്വന്തം മണ്ണിൽ ചവിട്ടി നിന്ന നേതാവ്. ആഡംബരത്തിന് പുറകെ പോകാൻ ഒരിക്കലും തയ്യാറായില്ല. കമ്പ്യൂട്ടറിൻ്റെ കാലം ആരംഭിച്ചപ്പോൾ കമ്പ്യൂട്ടറിനെതിരെ സമരം നയിച്ച വി.എസ്. പക്ഷേ ഒടുവിൽ കമ്പ്യൂട്ടർ പഠിച്ചു. കാരണം തനിക്ക് കമ്പ്യൂട്ടർ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വി.എസിന് തന്നെ തോന്നി. ചെറുപ്പകാലത്ത് നന്നായി പുകവലിക്കുമായിരുന്നു. ആര് പറഞ്ഞാലും ആ ദുശീലം വി.എസ്. മാറ്റിയിട്ടില്ല. പക്ഷേ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരിക്കൽ സ്നേഹപൂർവ്വം പറഞ്ഞു, ഈ ശീലം മതിയാക്കണമെന്ന്. എങ്കിൽ നിർത്തിയേക്കാം. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എപ്പോൾ മുതൽ? ഇതാ ഇപ്പോൾ മുതലെന്ന് വി.എസ്. ഡോക്ടർ ഞെട്ടിച്ചുകൊണ്ട് മറുപടി നൽകി. പിന്നീട് വി.എസ്. ആ പുകവലി നടത്തിയിട്ടേ ഇല്ല. അതാണ് വി.എസ്. അച്യുതാനന്ദൻ. അതുമാത്രമല്ല, വി.എസ്. അച്യുതാനന്ദനുമായി സ്വകാര്യ നിമിഷങ്ങൾ പങ്കിട്ട ഒട്ടേറെ പ്രഗത്ഭ വ്യക്തികളുണ്ട്. അതിലൊന്നായിരുന്നു ഡോക്ടർ ഭരചന്ദ്രൻ, വി.എസിൻ്റെ കുടുംബ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കാർഡിയോളജിസ്റ്റ്. വി.എസ്. ഒരു മരുന്ന് കഴിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്നും ഭാര്യ വസുമതിയുടെ ഫോൺ കോൾ എത്തും ഡോക്ടറിന്. ഉടനെ ഡോക്ടർ വി.എസിനോട് സംസാരിക്കും. ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ വി.എസ്. അനുസരിക്കുകയുള്ളൂ എന്ന അവസ്ഥയും വന്നു. വി.എസ്. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഡോക്ടർ ഭരചന്ദ്രൻ അവസാനമായി പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയെ ആ ഡിഗ്നിറ്റിയോടെ മരിക്കാൻ അനുവദിക്കണമെന്നാണ്. എന്തായാലും വി.എസ്. അച്യുതാനന്ദൻ ജനമനസ്സുകളിൽ ഇന്നുമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ജനസാഗരമാണ് തിരുവനന്തപുരത്ത് AKG സെൻറ്ററിലും ലോ കോളേജ് വളപ്പിലെ വീട്ടിലും പിന്നീട് മുഖ്യമന്ത്രിയായി 5 വർഷം ഭരിച്ച സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലും പിന്നീട് ഇതാ ആലപ്പുഴയിലേക്കുള്ള യാത്രയിലും ദേശീയപാതയ്ക്ക് ഇരുവശവും തിങ്ങി നിന്ന ജനസാഗരം തന്നെ വ്യക്തമാണ് വി.എസ്. ആരാണ്, ആരായിരുന്നു, ഇനി ആരാകും എന്ന് വ്യക്തമായ മറുപടി നൽകിയത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച